ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വളരെ ചെലവ് കുറഞ്ഞ ഒരു ബോഡി വൈറ്റനിങ് പാക്കാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് എല്ലാ പേർക്കും സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ, സ്കിന്നിലുള്ള അലർജികൾ തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറി നല്ലൊരു ഗ്ലോയി സ്കിൻ കിട്ടുന്ന ഒരു പാക്കാണ്. അതോടൊപ്പം തന്നെ ഈ പാക്ക് കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് വിവാഹം ഫിക്സ് ചെയ്ത കുട്ടികൾക്കും പ്രസവ ശുശ്രൂഷയ്ക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ബോഡിയിലെ കറുത്ത പാടുകൾ, അലർജി, സ്കിന്നിന്റെ ഡാമേജുകൾ ഇതെല്ലാം മാറ്റി നമുക്കൊരു ഗ്ലോയി സ്കിൻ തരുന്നൊരു പാക്കാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം സുപരിചിതമായ ഞവരേരിയാണ്. നമുക്കറിയാം, ഇത് ഏത് ആയുർവേദ ഷോപ്പിൽ പോയാലും നമുക്ക് ഞവരേരി എന്ന് പറഞ്ഞാലേ കിട്ടും. ഞവരേരി എന്ന് പറയുമ്പോൾ ഔഷധപരമായിട്ട് വളരെയധികം ഗുണമുള്ളതാണ്. നമുക്ക് ചോറായി കഴിച്ചാലും അതിൻ്റെതായ ഒരു റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് നമ്മൾ 1 കിലോ അരിക്ക് ഒരു 100 രൂപയ്ക്ക് അകത്ത് മാത്രമേ നമുക്ക് ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കുറഞ്ഞ ചിലവില് ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന പാക്ക് നമ്മൾ ട്രൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യാതൊരു കുഴപ്പവും ഇല്ല. ഇത് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു 1/2 കിലോ ഞവരേരി എടുക്കുക. അതിലോട്ട് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായി തിളപ്പിക്കുക. ഇതൊരു പകുതി വേവ് ആകുമ്പോൾ ഇതിലോട്ട് 2 ഗ്ലാസ് പാൽ ആഡ് ചെയ്യുക. നമ്മൾ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രഷർ കുക്കറിൽ വേവിക്കാതിരിക്കുക. കാരണം ആയുർവേദപരമായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ മെഡിസിൻസ് ആയാലും കഷായമായാലും നമ്മൾ മൺപാത്രത്തിൽ വേവിക്കുമ്പോൾ, മൺചട്ടിയിൽ വേവിക്കുമ്പോഴാണ് അതിന് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മൺചട്ടി തന്നെ ഇതിനു വേണ്ടി വാങ്ങുക. മൺചട്ടിയിൽ നമ്മൾ ഇതുപോലെ പകുതി വേവായതിനു ശേഷം മാത്രം പാൽ ആഡ് ചെയ്യുക. കാരണം നമ്മൾ പാൽ ആദ്യമേ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിളച്ച് പൊങ്ങിക്കളയും. ഇങ്ങനെ കളയുമ്പോൾ ഈ അരിയുടെ ഔഷധ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും. പകുതി വേവായതിനു ശേഷം നമ്മൾ പാലൊഴിച്ച് ചോറായി വേവിച്ചെടുക്കുക. ഇതിൽ നമ്മൾ വെള്ളം കൂടിപ്പോകും, അങ്ങനെ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട. കാരണം മൺചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ഉള്ള വെള്ളം ഇതിൽ അബ്സോർബ് ചെയ്ത് നമുക്ക് കട്ടയായിട്ട് ഒരു സോളിഡ് ഫോമിലായിട്ട് നമുക്ക് ഈ റൈസ് കിട്ടും. നെക്സ്റ്റ് നമ്മൾ ഈ റൈസിനെ നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ചതിന് ശേഷം ഉണക്കിയെടുക്കുക. ഉണക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല വെയിലത്ത് ഇത് ഉണക്കാതിരിക്കുക. കാരണം നമ്മളിപ്പോൾ മുഖത്തിടുന്ന ഏതൊരു പാക്ക് തയ്യാറാക്കുമ്പോഴും, മുഖത്തിടുന്ന പാക്ക് ആയാലും ബോഡി പാക്ക് ആയാലും നമ്മൾ കഷായത്തിന് യൂസ് ചെയ്യുന്ന മെഡിസിൻ ആയാലും അത് തണലിലിട്ട് ഉണക്കുന്നതാണ് ഏറ്റവും നല്ല റിസൾട്ട് തരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ നിഴലിലിട്ട് ഉണക്കി കഴിഞ്ഞാൽ ഒരു 3 ദിവസം ആകുമ്പോൾ തന്നെ ഇത് ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഇതിനെ നമ്മൾ മിക്സിയിലിട്ട് നല്ല പൗഡർ ആക്കുക, ഫൈൻ പൗഡർ ആക്കുക. ഇതില് തരി ഒന്നും പാടില്ല. കാരണം നമ്മളെ ബോഡിയിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ബോഡിക്ക് സ്ക്രാച്ച് ഒന്നും വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതിനെ ഫൈൻ പൗഡർ ആക്കുക. ഇത് നിങ്ങൾക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ അടച്ച് പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റും. കാരണം നമ്മൾ ഇത്രയും വേവിച്ച് ഉണക്കിയെടുക്കുന്ന ആയതുകൊണ്ട് തന്നെ ഇതിലെ യാതൊരുവിധ ഫംഗസുകളോ അങ്ങനെ ഒന്നും വരില്ല. നമുക്ക് പുറത്ത് വെച്ച് തന്നെ ഇത് യൂസ് ചെയ്യാം. ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഇത് നമ്മുടെ ഫുൾ ബോഡിക്ക് ആവശ്യമായ പൗഡർ എടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് പാൽ ആഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ മഞ്ഞളും വെളിച്ചെണ്ണയും ഇട്ട് നമ്മൾ തയ്യാറാക്കിയ ഓയിൽ, അതായത് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയിലെ പച്ച മഞ്ഞള് ചതച്ചിട്ട് നമ്മളൊരു ഓയിൽ തയ്യാറാക്കി വെക്കുക. ഈ ഓയിൽ 1 സ്പൂൺ ആഡ് ചെയ്യുക. അതോടൊപ്പം ഈ പാക്കിൽ വീണ്ടും നമ്മൾ പാൽ ഒഴിച്ച് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാകുന്ന ഈ ക്രീം നമ്മൾ ബോഡി ഫുൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഏകദേശം ഒരു 1/2 മണിക്കൂർ, അതാണ് അതിന്റെ ഒരു കണക്കെന്ന് പറയുന്നത്. ഇത് ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയി തുടങ്ങും. ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളമോ പാലോ തന്നെ എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഈ മസാജ് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്രയും നമ്മുടെ ബോഡിയിലോട്ട് ഇത് കുറച്ച് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യും. ഈ അബ്സോർബ് ചെയ്ത് വീണ്ടും ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും കുറച്ചുകൂടെ ഡ്രൈ ആകുമ്പോൾ ഒന്നുകൂടി മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ 2 തവണ ഇതൊരു മസാജ് ആയിട്ട് കൊടുക്കുക. മസാജ് ആയിട്ട് കൊടുത്ത് 1/2 മണിക്കൂർ അങ്ങനെ കഴിയുമ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് കളയാം.
ഈ പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോപ്പിന് പകരം ചെറുപയർ പൊടി യൂസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഉച്ച സമയങ്ങളിൽ ഈ പാക്ക് യൂസ് ചെയ്യാതിരിക്കുക. വെയിലൊന്ന് താഴ്ന്നു വരുന്ന സമയത്ത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് നല്ലൊരു തണുപ്പ് കിട്ടും. നമ്മുടെ ബോഡിയിൽ വേറെ ഇച്ചിങ് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല. നമ്മൾ പുറമേ കാണുന്ന ഭാഗങ്ങള് കൈ, കാൽഭാഗം, മുഖം, കഴുത്ത് ഇത് മാത്രം ചെറുപയർ കൊണ്ട് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുമ്പോൾ നമുക്ക് ആ ഓയിലിന്റെ ഒരു ഇറിറ്റേഷനും നമുക്ക് മാറും. അന്നത്തെ ദിവസം കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം നമുക്ക് സോപ്പ് യൂസ് ചെയ്യാം. അതിന് വേറെ യാതൊരു പ്രശ്നവും തരില്ല. കറുത്തിരിക്കുന്നവരായാലും ഇരുണ്ട ഷെയ്ഡുള്ളവരായാലും അവരുടെ സ്കിൻ ടോൺ തന്നെ മാറുകയും നല്ലൊരു ഗ്ലോയി അപ്പിയറൻസ് കിട്ടുകയും ചെയ്യും. ഒരു 10 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് പറയുക. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. ബൈ ബൈ.